നമസ്കാരം. ജനം ടിവിയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം ഭാരതവും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശ്രീരാമസാഗരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പിതാവിന്റെ വാക്ക് പാലിക്കാൻ രാജ്യം ഉപേക്ഷിച്ച ശ്രീരാമചന്ദ്രനും ഭർത്താവിനൊപ്പം വനവാസം സ്വീകരിച്ച സീതാദേവിയും സഹോദര സ്നേഹത്തിന്റെ പ്രതീകമായ ലക്ഷ്മണനും ഭക്തിയുടെയും സേവനത്തിന്റെയും ഉത്തമ മാതൃകയായ ഹനുമാനും ഇന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ്. കാലങ്ങൾ എത്ര കടന്നുപോയാലും രാമായണം പകർന്നു നൽകുന്ന മൂല്യങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും ധർമ്മത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കണമെന്ന് ഈ മഹത്തായ ഇതിഹാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശ്രീരാമസാഗരത്തിൽ ഇന്നത്തെ പാരായണ ഭാഗം ബാലകാണ്ഡം ഉമാമഹേശ്വര സംവാദം. ആലപിക്കുന്നത് ഡോക്ടർ EMG. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം ഭാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാൽമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. സർവാത്മാവായ നാഥ പരമേശ്വരാ പോറ്റി, സർവലോകാവാസ സർവേശ്വരാ മഹേശ്വരാ, സർവശങ്കര ശരണാഗത ജനപ്രിയ, സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ. അത്യന്തം രഹസ്യമാം വസ്തു വന്നിരിക്കിലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോട് ആകാംക്ഷാ പരവശ ചേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെക്കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീഭദ്രേ, നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തിയതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ച് സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി, പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ, പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ, ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം. ജഗതുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ
വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയനാദ്യൻ അജനവ്യയനാത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകലാത്മകനീശൻ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമസ്സംവൃതമാകമൂലം സീതാരാഘവമരുൾസൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്ന ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യബുക്ക് അഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശനവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും കീകസാത്മജസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടിതുല്യ തേജസാ ജഗത്ശ്രാവ്യമാം ചരിതവും കേട്ടുകേട്ടാനന്ദിച്ച് നിർമ്മലമണിലസത് കാഞ്ചന സിംഹാസനെ തൻ മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുൻപിലാമാറു ഭക്ത്യാ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദരരൂപേ ഹനുമാന നീ കണ്ടായല്ലി നിന്നിനും എന്നിനുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദമായുള്ളൊരു ഭക്തിനാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെയൊഴിഞ്ഞ് ഒന്നിലും ഒരു നേരം ആശയുമില്ലയല്ലോ നിർമ്മലൻ ആത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുൻപനല്ലോ കന്മഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വമിവൻ അറിയിക്കണമിപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിലും ഉത്തമോത്തമനടോ ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിരിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദഭക്ത പ്രവരാ കേട്ടാലും നീ. രാമായണം ഒരു പുരാതന ഇതിഹാസ കാവ്യം എന്നതിനപ്പുറം ഏത് കാലത്തും മനുഷ്യ ജീവിതത്തിന് പ്രസക്തമായ മൂല്യങ്ങൾ പകരുന്ന ഒരു ജീവിത ദർശനമാണ്. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും രാമായണം ഇന്നും പാരായണം ചെയ്യപ്പെടുന്നതും മനനം ചെയ്യപ്പെടുന്നതും. പ്രശസ്ത പ്രഭാഷകനും വാഗ്മിയുമായ ഡോക്ടർ ടി.പി. ശശികുമാറിന്റെ വാക്കുകളിലേക്ക് കാണാം രാമാമൃതം. നമസ്കാരം. പാഞ്ചജന്യം ഭാരതം ശ്രീരാമസാഗരം എന്ന പ്രോഗ്രാം ഈ കർക്കടക മാസത്തിൽ രാമായണ മാസം ആഘോഷിക്കുമ്പോൾ ഗ്ലോബൽ ഫെസ്റ്റിവലായിട്ട് മാറിയത് കഴിഞ്ഞ വർഷം മുതലാണ്. കഴിഞ്ഞ വർഷം പല രാജ്യങ്ങളിലും ശ്രീരാമസാഗരത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാർ പങ്കെടുത്തിട്ട് കുറേ കാര്യങ്ങൾ പറയണ്ടായി. അതിലേറ്റവും പ്രസിദ്ധമായിട്ട് തോന്നിയിട്ടുള്ളത് കുട്ടികളുടെ ഇടപെടലുകളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത് ഈ കുട്ടികൾക്ക് രാമായണത്തിൻ്റെ കഥയെക്കുറിച്ച് പറയുമ്പോൾ പല കഥകളും പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു 300 മുതൽ 700 BC വരെയുള്ള കാലഘട്ടങ്ങളിലാണെങ്കിലും അതിൻ്റെ പൗരാണികതയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ 4,32,000 വർഷമാണ് കലികാലം. കലികാലത്തിൻ്റെ 2 ഇരട്ടിയാണ് 8,64,000 വർഷമാണ് ദ്വാപരയുഗം. ദ്വാപരയുഗത്തിന് മുമ്പാണ് നമ്മുടെ ത്രേതായുഗം നടന്നതെന്നും ത്രേതായുഗ കാലത്താണ് രാമൻ്റെ കഥയെന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ കാലഘട്ടങ്ങൾ നോക്കുന്ന സമയത്ത് രാമായണം എന്ന് പറയുന്നത് ഏകദേശം 10 ലക്ഷം മുതൽ 12 ലക്ഷം വരെ പഴക്കമുള്ളൊരു കഥയാണ്. 10 ലക്ഷം മുതൽ 12 ലക്ഷം വരെയുള്ള കഥ, അത്രയും പഴക്കമുള്ളൊരു കഥ ഇന്നും നമ്മൾ കൊണ്ടാടുന്നുണ്ടെങ്കിൽ, ആലോചിക്കുന്നുണ്ടെങ്കിൽ, 192-ലധികം വെറൈറ്റികൾ പല ഭാഗങ്ങളിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഭാരതത്തിൽ മാത്രമല്ല
ഫിജിയിൽ ഉണ്ടായിരുന്ന രാമായണ കോൺഫറൻസിൽ ഭാരതീയ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചും ഫിലോസഫിക്കൽ റിസർച്ചും ഒക്കെ സ്പോൺസർ ചെയ്ത പ്രോഗ്രാമിൽ ഫിജിയിൽ പോയിട്ട് പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് രാമായണത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. അന്ന് ഞാൻ സംസാരിച്ചത് കേരളത്തിന് എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ ഒരു രാമായണമുള്ളതെന്നാണ്. ലോകത്തിലെ ഒരു ഭാഷയിലും ഒരു പുസ്തകം തർജ്ജിമ ചെയ്തതുകൊണ്ട് ഭാഷാപിതാവായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ നടന്നിട്ടുള്ള ഏകദേശം കേരളമാണ്. നമ്മുടെ എഴുത്തച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ആകെ ചെയ്തിട്ടുള്ളത് നമ്മൾ കാണുന്ന കിളിയുടെ അവസ്ഥയിൽ തുടങ്ങിയിട്ടുള്ള വാത്മീകിയുടെ കഥ, കിളിയെ അമ്പെയ്തിടുന്ന വാത്മീകിയുടെ കഥ കിളി പറയുന്നതാക്കി മാറ്റി എന്നുള്ളതാണ്. അത് വലിയൊരു സങ്കല്പമാണ്. എവിടെയാണോ വാത്മീകി തുടങ്ങിയത്, എവിടെയാണോ വാത്മീകി സംസാരിക്കാൻ സാധിക്കാതെ മരണത്തിലേക്ക് തള്ളിവിട്ട കിളിയുടെ കഥയിൽ നിന്ന് രാമായണം തുടങ്ങുന്നത്, അത് എഴുത്തച്ഛൻ പറഞ്ഞപ്പോഴത്തേക്കും വളർന്നു വരുന്ന ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കിളിയുടെ ശബ്ദത്തിൽ പറഞ്ഞു എന്നുള്ളത് വലിയ കവിസങ്കല്പത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തലത്തിൽ നിന്ന് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ രാമായണമാണ് പല കഥയും എന്ന് പറയുമ്പോൾ തന്നെ, ഞാൻ ഇരിങ്ങാലക്കുടക്കാരനും കൂടിയാണ്. ഒന്ന് കണ്ണൂരുകാരനാണ്, ഇരിങ്ങാലക്കുടക്കാരനാണ്. ഇരിങ്ങാലക്കുട പറയുന്ന സമയത്ത് നമ്മൾ കവികളിൽ പ്രധാനമായിട്ട് കേൾക്കുന്നത് നമ്മുടെ ഉണ്ണായി വാര്യരെയാണ്. ഉണ്ണായി വാര്യർ രാമായണത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കൃതിയിൽ രാമനും സീതയും എന്തുകൊണ്ട് ജോയിൻ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് അതിനു മുമ്പ് അവർക്കൊരു ജന്മമുണ്ടായിരുന്നെന്നും അവർ കാണുമ്പോൾ തന്നെ പഴയ കഥകൾ ഓർത്തിട്ട് അവർ പെട്ടെന്ന് തന്നെ എഴുകിച്ചേരാൻ സാധിച്ചുവെന്നും ഉണ്ണായി വാര്യരുടെ ഒരു കഥ പറയുണ്ടായിട്ടുണ്ട്. അതുപോലെ കവിസങ്കല്പങ്ങളിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടായിട്ടുള്ളത്, സീതായനത്തെക്കുറിച്ച് പറയാൻ സാധിച്ചിട്ടുള്ളത്, അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ ഭരതൻ്റെ കഥ പറയുന്ന സമയത്ത് ഭരതൻ എന്ന് പറയുന്ന ഒരു ബ്രദർഹുഡിനെക്കുറിച്ച്, ലക്ഷ്മണൻ എന്ന് പറയുന്ന ഒരു ബ്രദർഹുഡിനെക്കുറിച്ച് നമ്മുടെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാവണം ഈ സങ്കല്പത്തിൽ രാമൻ എന്ന കഥാപാത്രത്തിൻ്റെ കൂടെ 4 ക്ഷേത്രങ്ങൾ ചേരുന്ന നാലമ്പല ദർശനം എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഭരതനും ലക്ഷ്മണനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള തൃപ്രയാറും ഇരിങ്ങാലക്കുടയൊക്കെ ചേരുന്ന ഭാഗത്തുള്ള ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത്. എന്താണ് ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ നമ്മൾ അറിയേണ്ടത്? പഴയ കഥകൾ അറിയണം. ലക്ഷ്മണൻ എന്ന ഒരു ബ്രദറിന്, ഒരു സഹോദരന് എന്തുകൊണ്ട് രാമായണത്തിൽ ഇത്രയും കൂടുതൽ പ്രത്യേകത കൊടുക്കുന്നു എന്ന് നമ്മൾ അറിയണം. എന്താണ് ആ പുനർജന്മമായിട്ട് രാമൻ കൃഷ്ണനായ സമയത്ത് ലക്ഷ്മണൻ ആരായി എന്ന് നമ്മൾ സങ്കല്പിക്കണം. ആ സങ്കല്പങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു വരുന്ന സമയത്ത് ഹൈലി ലോജിക്കലായിട്ട്, ഇന്നൊവേറ്റീവായിട്ട്, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും ലക്ഷ്മണനായിരുന്നു പിന്നെ കൃഷ്ണൻ്റെ ബ്രദറായിട്ട് ബലരാമനായിട്ട് മാറിയതെന്നും ഓരോ കഥകൾക്കുമുള്ള അടുത്ത ജന്മങ്ങളിൽ വരുന്ന കഥകൾ, രാമൻ ഒളിഞ്ഞമ്പെയ്തതുകൊണ്ട് കൃഷ്ണൻ എന്ന് പറയുന്ന അടുത്ത അവതാരത്തിന് ഒളിയമ്പ് കൂടെ മരിക്കാൻ സാധിച്ചു എന്നുള്ള കഥകൾ ആലോചിക്കേണ്ടത്. ഈ കഥകൾ തമ്മിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ, മിനിമം 8 ലക്ഷം വർഷങ്ങളെങ്കിലും പഴക്കമുള്ളതാണ്. ആ വർഷങ്ങൾ പഴക്കമുള്ള കഥകൾ ഇന്നും നമ്മൾ ചിന്തിക്കുകയും ആഖ്യാനിക്കുകയും വ്യാഖ്യാനിക്കുകയും അത് പ്രചരിപ്പിക്കുകയും സംസാരിക്കുകയും ഒരു മാസം പൂർണ്ണമായിട്ട് നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിന് ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇവിടുത്തെ കവികൾ, ഇവിടുത്തെ സാഹിത്യകാരന്മാർ, ഇവിടുത്തെ ചിന്തകർ ഒക്കെ ഇത് പഠിച്ചു വളർന്നിട്ടാണ് കവിതകൾ എഴുതിയിട്ടുള്ളത്. യൂസഫ് അലി കച്ചേരിയോട് ഏതോ ഒരു TV ഇൻ്റർവ്യൂവിൽ ചോദിച്ചത് ഞാൻ ഓർക്കുന്നു. എങ്ങനെയാണ് ഇത്ര സുലഭമായിട്ട് വാക്കുകൾ വരുന്നത്, കവിതകൾ എഴുതുന്നത്, സംസ്കൃതം എഴുതുന്നത് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, എഴുത്തച്ഛൻ എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിൽ ഞാൻ ജനിച്ച് വളർന്ന് കളിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ കളിച്ചു നടക്കുമായിരുന്നു എന്നർത്ഥം. ആ പറയുന്നതിനർത്ഥം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് എന്നെ ചെറുപ്പത്തിൽ വാക്കുകൾ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ്റെ രാമായണത്തെ നമ്മൾ ഏറ്റവും നല്ല കൃതിയായിട്ട് കാണുന്നതും അതുകൊണ്ടാണ് എഴുത്തച്ഛനെ നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായിട്ട് കാണുന്നതും. അങ്ങനെ ഒരു പുസ്തകം തർജ്ജമ ചെയ്തിട്ട് ഒരു ഭാഷയുടെ പിതാവായിട്ട് ലോകത്തിൽ അംഗീകരിച്ചിട്ടുള്ള ഒരേ വ്യക്തിയേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ഭാഷയ്ക്കേ അതിൻ്റെ പ്രാധാന്യം പറയാൻ സാധിക്കുകയുള്ളൂ, അത് നമ്മുടെ മലയാള ഭാഷയാണ്. ആ മലയാള ഭാഷ ഇത്രയും സുലഭമായിട്ട് സുലളിതമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള, അതിനു മുമ്പും കവിതകൾ എഴുതിയിട്ടുള്ള കവികളുണ്ട് മലയാളത്തിൽ. പക്ഷേ അവരുപയോഗിച്ചിട്ടുള്ള മണിപ്രവാള ശൈലിയിൽ നിന്ന് മാറിയിട്ട് വളരെ ലളിതമായിട്ട് വായിക്കാൻ സാധിക്കുന്ന, അതിനേക്കാളും പ്രത്യേകത ഒരു കവിത വായിച്ച്, രാമായണം എന്ന ഇതിഹാസമാണോ പുരാണമാണോ കവിതയാണോ അത് ഭഗവാനെക്കുറിച്ചാണോ എന്നൊക്കെയുള്ള മറക്കുക. നമ്മൾ ആകെ ചെയ്തിട്ടുള്ളത് ഒരു പുസ്തകം വായിക്കാൻ കമ്പൽസറി ആയിട്ട് രാജാവിൻ്റെ കൽപ്പന, ഇത് എല്ലാ വീടുകളിലും 20 വീടുകൾ കൂടിച്ചേർന്നിട്ട് വായിക്കണം. അത് ഹാൻഡ് റിട്ടൺ കോപ്പി ആയിരുന്നു എന്ന് ആലോചിക്കണം. അത് ജനങ്ങൾ പകർത്തി എഴുതി
എല്ലാ വീടുകളിലും സന്ധ്യയ്ക്ക് വായിക്കണമെന്ന് രാജകൽപ്പന നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പുസ്തക വായന രാജാവിൻ്റെ കൽപ്പനയാക്കി മാറ്റിയിട്ടുള്ള ഏക രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ ധാർമ്മികമായിട്ടുള്ള രാമൻ്റെ ധർമ്മബോധം ഓരോ മനുഷ്യരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് രാമായണം എന്ന പുരാണം, രാമായണം എന്ന ഇതിഹാസം, പുരാണവും ഇതിഹാസവും വ്യത്യാസവും പഴയ കഥയാണ്. അവിടെ വാത്മീകി റോളുണ്ട് എന്ന് വരുന്ന സമയത്ത് ഇതിഹാസമാവും. പക്ഷേ രാമായണത്തിൻ്റെ പല ഭാഗങ്ങളിലും ആ പോയറ്റിന് എഴുതിയിരിക്കുന്ന വ്യക്തികൾക്ക് വ്യത്യസ്തമായ ഭാവങ്ങളിൽ പ്രശസ്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാതിനിധ്യമില്ലാത്തത് കൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ രാമായണം പുരാണവും വ്യക്തമായിട്ടുള്ള വാത്മീകിയുടെ രാമായണത്തിൽ അത് ഇതിഹാസവുമാണ്. ഇത് മനുഷ്യന്മാർ വായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ളതാണ്. അത് വായിക്കാനും പ്രചരിപ്പിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീരാമ രാമ രാമ രാമേതി രാമ രാമ ഹരേ രാമ. ശ്രീരാമസാഗരത്തിൽ അടുത്തത് ഒരു ഹനുമാൻ ഭജനാണ്. കാണാം രാമാനന്ദ്. നമസ്കാരം. ഇന്ന് ശ്രീരാമസാഗരത്തിൽ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് ശ്രീരാമൻ്റെ ഏറ്റവും പരമഭക്തനായ ഹനുമാനെ പറ്റിയുള്ള വളരെ സുന്ദരമായി രചിച്ച ജോഗരാഗത്തിലുള്ള ഒരു ഭജനയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹനുമാൻ ശ്രീരാമൻ്റെ പരമഭക്തനായിരുന്നു. പണ്ഡിറ്റ് ജസ്രാജ് ഈ ഭജന വളരെയധികം പ്രസിദ്ധമാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരു ചെറിയ ആലാപ്പിൽ തുടങ്ങും, അതിനുശേഷം ഭജനയിലേക്ക് കടക്കും, പിന്നെ ഭജനയുടെ തീവ്രത കൂട്ടി ഭജന അവസാനിപ്പിക്കും. ബുൾബുൾ തരംഗിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ എൻ്റെ കൂടെ വാണി ഭജന വോക്കലിലും രത്നശ്രീ തബ്ലയിലും വായിക്കുന്നതായിരിക്കും. हनुमान लला मेरे प्यारे लला, हनुमान लला मेरे प्यारे लला, हनुमान लला मेरे प्यारे लला, प्यारे प्यारे लला सुकुमार लला, प्यारे प्यारे लला सुकुमार
വേദതത്വങ്ങൾ എന്തെന്ന് മനുഷ്യന് പകർന്നു തരാനാണ് മഹർഷിമാർ പുരാണങ്ങളും ഇതിഹാസങ്ങളും രചിച്ചത്. ധർമ്മത്തെ, സനാതന ധർമ്മത്തെ നമ്മെ ബോധ്യപ്പെടുത്താനും ആ ധർമ്മബോധത്തിലൂടെ ജീവിക്കാനും നാം ഓരോരുത്തരും ശ്രമിക്കണം. നാളെ വീണ്ടും കാണാം. നമസ്കാരം.